ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റുള്ള തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത നല്ലൊരു വരാല് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കപ്പിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പൊടികൾക്കകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം തേങ്ങാപ്പാൽ ഒഴിച്ച് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പേ വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ചാറ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചാറൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് തവി കൊണ്ട് ഗ്രേവിക്കകത്തോട്ട് നിരത്തി കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് പറ്റി പാകമായി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിൽ പറ്റിച്ച രുചികരമായ വരാല് കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.